അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ റമദാൻ്റെ അടുത്ത ഒരു നോയമ്പ് തുറ നമുക്ക് കാണണ്ടേ. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ചട്പട്ട സ്ലൈഡർ നമുക്കുണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു കബാബ് ഉണ്ടാക്കണം. ആ കബാബിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ്, ഫ്രഷ് ചിക്കൻ ബ്രസ്റ്റ് നന്നായി കഴുകിയിട്ട് വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അല്ലെങ്കിൽ ഈ കബാബ് ഉണ്ടാക്കുമ്പോൾ കബാബ് ആവില്ല, ലിക്വിഡായി പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തിട്ട് ഇത് മൊത്തം എടുത്തു. ഇതൊരു 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഉപ്പിടണം. അപ്പം നോയമ്പ് കാലത്ത് നമുക്ക് ഉപ്പ് ശ്രദ്ധിച്ചിടണം, കൂടിപ്പോകരുത്. ഒരല്പം കുറഞ്ഞു നിന്നാലും ഓക്കെയാണ്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ചിടണം. അപ്പോൾ അതിൽ കുറച്ച് ഇഞ്ചി ചെറിയ കട്ടായിട്ട് അതിടാം. പിന്നെ ഒരു 2 വെളുത്തുള്ളി അല്ലി നമുക്കൊന്ന് ചെറുതാക്കിയിടാം. ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാൽ ഇത് അരയുമ്പോൾ ഒന്നിച്ച് ഇത് അരയുമെന്ന് ഞാൻ ചോപ്പറിലാണ് ഇടുന്നത് കേട്ടോ. കാരണം നമുക്ക് കുറച്ച് കടിക്കാനും കൂടി കിട്ടും. മിക്സിയിലിട്ടാൽ നന്നായി അരഞ്ഞു പോകും. അപ്പോൾ ഇത് 2 വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഇതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും, അതിനായിട്ടിടുന്നതാണ്. അപ്പം സവാള ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, ഉപ്പിട്ടു. ഇനി നമുക്ക് ഗരം മസാല, ഞാൻ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണിത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കൊരു അരയോടടുത്ത് ഒരു ചെറിയൊരു ഇത് കിട്ടിയാൽ മതി നമുക്ക്. അതും ഇട്ടു. ഇനി നമുക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലിയില ഇടാം ഇതിനോട് ചേർത്ത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഇനി മല്ലിയില ഇടാം. മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ അത് ഇടണ്ട കേട്ടോ, എനിക്കിഷ്ടമായി ഇപ്പം. പിന്നെ പച്ചമുളക് ഇടാം. പച്ചമുളക് എരിവിനനുസരിച്ച് ഞാനിപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നത്, എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടാതെ ഇരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പച്ചമുളക് ഇടാം. അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം കട്ട് ചെയ്തിട്ടു. ഇനി ഇടുന്നത് ചെറുതായിട്ട് കുറച്ച് പെപ്പർ പൗഡർ ഇടുന്നുണ്ട്. അതും ആവശ്യത്തിനനുസരിച്ച് മതി, കാരണം എല്ലാം കൂടിയിട്ട് എരിവാവരുത്. അപ്പോൾ ചട്പട്ടായതുകൊണ്ട് ഇതിന് എരിവും ഉപ്പും ഒക്കെ വേണം, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നാരങ്ങ നീര് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും ഇട്ടു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം ഒന്ന് പിന്നെ ഉപ്പെല്ലാം ഒന്ന് മിക്സ് ആവാനായിട്ടും ഇനി നമുക്കിതിനെ ചോപ്പറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിക്കാം. അപ്പം നമ്മളിത് ചോപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പം നമ്മൾ ചോപ്പറിനെ മൂടി മാറ്റിയിട്ട് നമുക്കിതെല്ലാം ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളമില്ല കേട്ടോ. നോയമ്പായിട്ട് തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ പോകുന്നു ചിലപ്പം. എന്നാലും നമ്മുടെ ജോലിയിലൊന്നും അത് ബാധിക്കാൻ പാടില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വെള്ളം ഒട്ടുമില്ലാണ്ടോ, വെള്ളം ഒട്ടുമില്ലാതെ തന്നെ എടുക്കണം. കുറച്ച് നേരം കഴുകിയിട്ട് അരിപ്പിൽ വെക്കണം. അല്ലെങ്കിൽ ഇത് വെള്ളമായി പോയാൽ നമുക്ക് ഇതിന് കബാബാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ സവാളയും ഒക്കെ ഒരുപാട് എടുക്കരുത്. ഒരുപാട് എടുത്താലും അത് വെള്ളമായി പോകും. അല്ലെങ്കിൽ പിന്നെ സവാള ആദ്യം അടിച്ചിട്ട് അതിൻ്റെ നീര് മാറ്റണം. അതിനെക്കാട്ടി നല്ലത് കുറച്ച് സവാള ഇടുന്നത്. ഇനി നമ്മൾ ചോപ്പ് ചെയ്യാൻ പോകുന്നു. ബിസ്മില്ലാ. ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വേണം. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നന്നായിട്ട് ചോപ്പായിട്ടുണ്ട് കണ്ടോ. ഇത് ഒരുപാട് അരഞ്ഞിട്ടില്ല, എന്നോട്ട് അരഞ്ഞിട്ടുമുണ്ട്. അപ്പം നമ്മൾ ചോപ്പ് ചെയ്യുന്നത് ബൗളിലേക്ക് മാറ്റാം നമുക്ക്. എന്നിട്ടൊന്ന് കൈവച്ചൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തൊക്കെ എടുക്കണം. എന്നാലേ നമുക്ക് നന്നായിട്ട് അതിൻ്റെ മിക്സിങ്ങൊക്കെ കറക്റ്റ് ആവുന്നത്. പിന്നെ നമുക്ക് അറിയുകയും ചെയ്യാം ഇതിനകത്ത് വെളുത്തുള്ളിയോ ഇഞ്ചിയോ എന്തെങ്കിലും നമുക്ക് നന്നായിട്ട് അരഞ്ഞിട്ടില്ലേ, ഇതൊക്കെ അറിയാനായിട്ട് നമ്മൾ വേറൊരു ബൗളിലേക്ക് എടുത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലൊരു ചട്പട്ട ഒരു സ്ലൈഡറാണ് കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ. നമ്മുടെ TV ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1:20 UAE ടൈം, വൈകിട്ട് 6:55 അപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ നോയമ്പ് തുറയ്ക്ക് ഇത് ഉപയോഗിക്കണം കേട്ടോ. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. വലിയവർക്കൊരു ചെറിയൊരു മീലാവും.
നമ്മളിത് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ കബാബ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ നല്ല ടേസ്റ്റുള്ള കബാബ്, ചിക്കൻ കബാബ്. അതിന് കൈ ഒന്ന് ഗ്രീസ് ചെയ്യണം. കൈയെല്ലാം എൻ്റെ ഗ്ലൗസിലാണ്, എന്നാലും ഒന്ന് ഗ്രീസ് ചെയ്താൽ നമുക്ക് അത് നന്നായിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ടൊരു ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ, നമ്മുടെ നാടൻ നാരങ്ങ വലിപ്പത്തിൽ നമുക്ക് ഈ മിക്സ് ഒന്ന് എടുക്കുക. നന്നായിട്ടൊന്ന് ഉരുട്ടി ഒരു ഉരുളയാക്കി എടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ഇതിനകത്തേക്ക് നമ്മൾ കൈയും, ഞാൻ പറഞ്ഞില്ലേ പാചകം എപ്പോഴും ഒരു കലയാണ്. അപ്പോൾ ആ കല നല്ലതായിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. കലയാന്ന് പറഞ്ഞ് കുളമാക്കരുത്. ഇങ്ങനെ നമ്മൾ ഇന്നൊന്ന് ബൈൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൊരിക്കാനുള്ള കറക്റ്റ് ഇതായിട്ട് കിട്ടിക്കഴിയും. ഓക്കെ, അപ്പോൾ കുറച്ച് എണ്ണ മതി നമുക്ക്, കാരണം നമ്മൾ തിരിച്ചു മറിച്ച് വിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എണ്ണ കുറയ്ക്കാനാണ് നമ്മൾ ഈ രീതിയിലുള്ള നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കാൻ തന്നെ ശ്രമിക്കുന്നത്. ഇതിപ്പോൾ ഞാനിത് സൺഫ്ലവർ ഓയിലിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബട്ടറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, വെളിച്ചെണ്ണയോ മറ്റോ ആണെങ്കിൽ. പക്ഷേ ഇതിനൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ ബെറ്ററാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ കബാബിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവുന്നതായിരിക്കും. അപ്പം കുറച്ചൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമ്മൾ ഇതിട്ട് കൊടുക്കുക. ഫ്ലെയിം അധികം വേണ്ട നമുക്ക്, പക്ഷേ ഇതിലൊന്ന് വെന്ത് വരണം. നമുക്ക് ഒരു സൈഡ് മുരിഞ്ഞിട്ട് മാത്രം നമുക്ക് തിരിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മളിത് ചിലപ്പോൾ പൊടിഞ്ഞു പോവും സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ. നമ്മളിതുണ്ടാക്കുമ്പോൾ പിന്നെ വെളിയിൽ നിന്ന് വാങ്ങുന്ന ബർഗറും കാര്യങ്ങളും ഒക്കെ കുട്ടികൾ വിട്ടു തുടങ്ങും. നമ്മളിതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അതാണ് നല്ലത്. എപ്പോഴും ആരോഗ്യത്തിന് എപ്പോഴും നല്ലത് അത് തന്നെയാണ്. നമ്മളുണ്ടാക്കുമ്പോൾ നമ്മൾ അമ്മമാരാണേലും അച്ഛന്മാരാണേലും ആരാണെങ്കിലും അതൊക്കെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ ഇടുള്ളൂ. വെളിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും എപ്പോഴും നമുക്ക് ഇതാണ് ആരോഗ്യത്തിന് നല്ലത്. ഈ ഭാഗം കണ്ടോ മുരിഞ്ഞ് വന്നത്. ഇനി ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കിതെടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരണം, എന്നിട്ടൊന്ന് കുക്ക് ആവണം. അപ്പം നമ്മളിത് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതെടുക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട സ്ലൈഡറിൻ്റെ മെയിൻ ഐറ്റം ശരിയായി കഴിഞ്ഞു. അപ്പം ആദ്യം അടുപ്പണയ്ക്കാം. ഇതിലൊന്നും ഒരുപാട് എണ്ണ പിടിക്കില്ല, അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ലാഭം എന്ന് പറയണത്. ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല, എന്നാലും നമുക്കൊന്ന് കുലുക്കിയിട്ടൊക്കെ എടുക്കാം. അപ്പം മൂന്നാമത്തതാണ്ട് കബാബ് നമ്മളെടുത്തു. ഇനി നമുക്ക് സ്ലൈഡർ ഉണ്ടാക്കാൻ പോവാം. കണ്ടിട്ട് ഒരു ടെംപ്റ്റിംഗ് അല്ലേ സാധനം. അപ്പോൾ നമ്മുടെ കബാബ് ഇവിടെ റെഡിയായിരിപ്പുണ്ട്. നമ്മൾ ബന്നെടുത്തു. അപ്പം ഞാൻ പാവ് ബൻ, നമ്മൾ സ്ക്വയർ കിട്ടത്തില്ലേ, അതല്ലെങ്കിൽ ചെറിയ ബെന്നെടുത്താൽ മതി. കാരണം നോയമ്പ് തുറയിൽ ഒരുപാട് ഐറ്റം ഉള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ ചെറുത് ആകുമ്പോഴേക്കും, അതാണ് ഞാൻ പറഞ്ഞ പൊടിക്കൈകൾ. ഇതിനി ചട്പട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്തേക്ക് പുതിന, മല്ലിയില, പുതിന, കുറച്ച് പച്ചമുളക്, പിന്നെ ഒരിച്ചിരി ഇഞ്ചി, ജീരകം, ഇത്രയും ചേർത്തിട്ട് ഒരു ചട്പട്ട ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഫൈബറും പിന്നെ പച്ച ഇലയൊക്കെ കിട്ടുകയാണ്. അതുകൊണ്ട് ഇതൊന്നും കുട്ടികൾ അറിയണ്ട, പക്ഷേ ഇട്ട് വയ്ക്കണം. ഇട്ട് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റും കിട്ടും, അവരറിയാണ്ട് ഇതിൻ്റെയൊക്കെ ഗുണങ്ങളും കിട്ടും. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പുതിന, മല്ലിക്കീര എല്ലാത്തിൻ്റെയും മണവും വരുന്നുണ്ട്. മണവും ഗുണവും ഒക്കെ ഉള്ള സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ സ്ലൈഡർ ബന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ബന്ന് ചെറുതായതുകൊണ്ട് ഞാൻ ചീസിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീസ് എടുത്തു, ചീസ് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കബാബ് വെച്ച് കൊടുക്കാം. അപ്പോൾ കബാബ് വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് അമുക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മയനൈസും കൂടിയിട്ട് ഒരു പൊടിക്ക് ഒരു ടേസ്റ്റിന് ഇട്ട് കൊടുക്കാം.
ഇത് പൊടി മതി, ഒത്തിരി വീണിട്ടുണ്ട്, അപ്പം കുറച്ച് മതി. അതിനുശേഷം ഇതിനെ നമുക്ക് അടച്ചിട്ട് വേണമെങ്കിൽ ഇത് ടോസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭംഗിക്കൊരു ചെറിയ ടൊമാറ്റോയും പുതിനയും വെച്ചിട്ട് ഇതിനൊന്ന് കളർഫുള്ളാക്കുക. എന്നിട്ട് കുട്ടികളോട് പറയുക ഇതും തിന്നുക ഇതോടെ. അപ്പോൾ നമുക്ക് വെജിറ്റബിളും കിട്ടി, ഇതും കിട്ടി, ഫൈബറും കിട്ടി, ഇലയും കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തു വയ്ക്കാം. ഓക്കെ, സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇരുന്ന് പ്രാർത്ഥനകൾ ചൊല്ലി തീർച്ചയായിട്ടും ഇതുണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക്. അപ്പോൾ ഒരു നല്ലൊരു റമദാൻ ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്ലൈഡർ. റമദാൻ കരീം.